BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ല് കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കാൻ മോദിക്ക് മുന്നിൽ ഇനി 5 നാൾ മാത്രമുള്ളത്. ജൂൺ 10 പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4399 ദിവസങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരണത്തിലിരുത്തുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് തിരുത്തി കുറിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്നാണ് മോദി അപൂർവ നേട്ടം കൈവരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നെഹ്റു പ്രധാനമന്ത്രിയാകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ ലോക്സഭ നിലവിൽ വരുന്നത് 1952 ഏപ്രിൽ 17 തുടർന്ന് പ്രധാനമന്ത്രിയായി 1952 മെയ് 13 ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. 1964 മെയ് 27 അന്തരിക്കുന്നതുവരെ തുടർച്ചയായി 4398 ദിവസം അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചു. 2014 മെയ് 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. ജൂൺ 10 അദ്ദേഹം പദവിയിൽ തുടർച്ചയായി 4399 ദിവസങ്ങൾ പൂർത്തിയാക്കും. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. 2025 ജൂലൈ 25 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ തടസ്സമില്ലാത്ത ഭരണകാലാവധിയെയും 1966 ജനുവരി 4 മുതൽ 1977 മാർച്ച് 24 വരെ 4077 ദിവസങ്ങൾ മോദി മറികടന്നിരുന്നു. നെഹ്റുവിന് ശേഷം ഭരണത്തിലിരിക്കുന്ന തുടർച്ചയായി 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന നേട്ടവും മോദി സ്വന്തമാക്കിയിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.